കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ ട്രാൻസിസ്റ്ററിന് പറഞ്ഞ പോലെ തന്നെ രണ്ട് ഓപ്പറേഷൻസ് ആണ് ട്രാൻസിസ്റ്ററിനുള്ളത്. ഒന്ന് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക, അതുപോലെ തന്നെ സിഗ്നലിനെ നമുക്ക് എന്താക്കും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിന് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ടെർമിനൽ ഏതാണ്, ഔട്ട്പുട്ട് ടെർമിനൽ ഏതാണെന്നൊക്കെ നമ്മൾ നേരത്തെ കണക്ഷനിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ വരിക, സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എമിറ്റർ ജംഗ്ഷൻ്റെ അവിടെ ആയിരിക്കും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എടുക്കുക കളക്ടർ ജംഗ്ഷൻ്റെ അവിടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൽ 3 ടെർമിനലുണ്ട്, എമിറ്റർ, ബേസ്, കളക്ടർ. ഇതിൽ ഏതെങ്കിലും ഒരു ടെർമിനൽ ഇതിൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വരും. അങ്ങനെയുള്ള 3 കോൺഫിഗറേഷൻ നമുക്ക് എന്താണ് പോസിബിൾ ആണ്. അതിൽ ഒന്നാമത്തെ കോൺഫിഗറേഷനാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഇനി എന്താണ് ഈ ഒരു കോൺഫിഗറേഷന് കോമൺ ബേസ് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ബേസ് എന്തായിരിക്കും, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എന്തായിരിക്കും, കോമൺ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻപുട്ട് എന്താക്കിയിട്ടുണ്ട്, ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് സിഗ്നൽ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ജംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താക്കി ഇവിടെ ഇതാ ഈ ബേസ് എന്താണ്, ഇൻപുട്ടിൻ്റെ ഭാഗമാണ്. ഇനി ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു റീജിയനിലാണ് ഔട്ട്പുട്ട് എടുക്കുക. അപ്പോഴും ബേസ് എന്താണ്, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എന്താണ്, കോമൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയുന്നത്, കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ NPN ട്രാൻസിസ്റ്ററിന്റെ ചിഹ്നം എന്താണ്, ഇങ്ങോട്ടാണ്. കാരണം നടുക്കുന്നത് പുറത്തേക്കാണ് എന്ത് എമിറ്ററിന്റെ ചിഹ്നം ഉണ്ടാവുക. PNP ആണെങ്കിൽ നേരെ നടുക്കുന്നത് എവിടേക്ക് ഉണ്ടാവുക, നേരെ പുറത്തുനിന്ന് ഇതിന്റെ ഉള്ളിലേക്കായിരിക്കും ആരോ സൈൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു NPN ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ട്രാൻസിസ്റ്റർ ബയാസിങ് കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യണം. കാരണം യൂണിവേഴ്സൽ ട്രാൻസിസ്റ്റർ ബയാസിങ് കണ്ടീഷനൊക്കെ ഫോളോ ചെയ്യണം. കാരണം വെച്ചാൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കണം, ഫോർവേഡ് ബയസ്ഡും, കളക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും റിവേഴ്സ് ബയസ്ഡും ആയിരിക്കണം. അപ്പോൾ അത് നോക്കുക. കാരണം ഇവിടെ എന്താണ്, ഇവിടെ നെഗറ്റീവ് നേരെ ഇവിടേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇവിടെ എന്നിലേക്ക് നേരെ നെഗറ്റീവ്, പി ബേസ് പി എന്താണ്, അത് പോസിറ്റീവ്. അപ്പോൾ അത് ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ആണ്. കളക്ടർ ബേസ് ജംഗ്ഷൻ എന്തൊക്കെയാണ്, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് കളക്ടർ, ഇതാണ് കളക്ടറിന്റെ ടെർമിനൽ. കളക്ടർ എന്തായിരിക്കണം, കളക്ടർ വരികയാണെങ്കിൽ കളക്ടർ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ N ആണ് വരിക. അപ്പോൾ അത് കളക്ടർ എന്തായിരിക്കണം, റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ നെഗറ്റീവ് എന്നിന്റെ അവിടേക്ക് P കണക്ട് ചെയ്യണം. അതായത് നേരെ അവിടെ എന്താക്കി പോസിറ്റീവ് നേരെ അവിടേക്ക് പോയി. ഇവിടെ എന്താക്കി പിന്റെ അവിടേക്ക് നേരെ നെഗറ്റീവ് വന്നു. അപ്പോൾ എന്താണ്, അത് റിവേഴ്സ് ബയസ്ഡ് ആയി. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഇവിടെ നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്, ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലൈ ചെയ്യുക എമിറ്റർ ബേസ് ജംഗ്ഷനിലാണ്. നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ EB ജംഗ്ഷനിലാണ് നമ്മൾ എന്താക്കുന്നത്, ഇൻപുട്ട് നമ്മൾ എന്താക്കുക ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മൾ സിഗ്നൽ എന്താക്കി നേരെ കൊടുത്തത് ഇൻപുട്ട് കൊടുത്ത എവിടെയാണ്, എമിറ്റർ ബേസ് ജംഗ്ഷനിലാണ് നമ്മൾ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ഇൻപുട്ട് കൊടുക്കുക. ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് എടുക്കുക എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് നമ്മൾ എവിടെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തത്. അപ്പോൾ ഈ 2 ടെർമിനൽ ഇടയ്ക്ക് നിന്നാണ് നമ്മൾ ഇവിടുന്ന് ഔട്ട്പുട്ട് എടുത്തത്. എന്ന് വെച്ചാൽ ഇത് കളക്ടറാണ്, ഇത് ബേസ് ആണ്. അപ്പോൾ കളക്ടർ ബേസ് ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ എന്താക്കുക ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്, ബേസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാവും, ഫോർവേഡ് ബയസ്ഡ് എന്താണ്, ഇവിടെ നമ്മൾ കുറച്ചൊരു വോൾട്ടേജ് കൊടുത്തിട്ടുള്ളൂ. കാരണം പക്ഷേ റിവേഴ്സ് ബയസ്ഡ് എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സ് ബയസ്ഡ് ആണ്. കാരണം ഇവിടെ ബാറ്ററികളുടെ എണ്ണൊക്കെ എന്താണ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ റിവേഴ്സ് ബയസ്ഡ് എന്തായിരിക്കും, ഇച്ചിരി സ്ട്രോങ് ആയിരിക്കും നമ്മൾ ഈ ട്രാൻസിസ്റ്ററിന്റെ കേസിൽ. അപ്പോൾ നമ്മൾ ഇതിനെ കോമൺ ബേസ് വിളിക്കാനുള്ള കാരണം വെച്ചാൽ ഹിയർ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് നമ്മളിവിടെ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ കോമൺ ബേസ് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിലേക്ക് ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കൊടുക്കുന്നത് 5 വോൾട്ട് ആണെങ്കിൽ നേരെ തലതിരിഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത്. വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സിഗ്നലാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങനെയുള്ളൊരു വലിയൊരു സിഗ്നലാണ് കിട്ടുന്നത്. വെച്ചാൽ കൊടുക്കുന്ന സിഗ്നലിനെ അത് ആംപ്ലിഫൈ ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം. ട്രാൻസിസ്റ്ററിലേക്ക് നമ്മളൊരു സിഗ്നൽ കൊടുത്താൽ എന്താക്കും, ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈക്വൽ ടു കറണ്ട് ആംപ്ലിഫിക്കേഷൻ
ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ് എന്ത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട് ആണെന്ന് നമ്മുടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരിക കിട്ടുക വെച്ചാൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ ഈസിക്കൽ ടു ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഐ സി ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ഇ ആണ് നമുക്കിവിടെ കിട്ടുക. കാരണം വെച്ചാൽ ഇവിടെ എന്താണ് ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് കറണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഔട്ട്പുട്ട് സെക്ഷൻ എവിടെയാണ് ഇവിടെ എടുക്കുന്നത്, അവിടെയുള്ള കറണ്ട് ഐ സി ആണ്. ഇൻപുട്ടിലുള്ളത് എന്താണ് ഐ ഇ ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഡെൽറ്റ ഐ സി ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ഇ എടുത്തു. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, ഈ കളക്ടർ ബേസ് ജംഗ്ഷനിലെ വോൾട്ടേജിന് എന്താക്കാൻ പാടില്ല, വ്യത്യാസം വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും അറ്റ് കോൺസ്റ്റന്റ് വി സി ബി എന്ന് നമ്മൾ പറയും. അപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമൺ ബേസിന്റെ കേസിൽ ആൽഫ ഈസിക്കൽ ടു ഡെൽറ്റ ഐ സി ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ഇ അറ്റ് കോൺസ്റ്റന്റ് വി സി ബി ആണെന്ന് ഇവിടുത്തെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഇത് എപ്പോഴും എന്തായിരിക്കും, ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് ലെസ് ദാൻ 1 ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ എന്തായിരിക്കും യൂണിറ്റി ആയിരിക്കും ഈ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഡി സി വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി സി വാല്യൂ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ എ സി നമ്മൾ ഇങ്ങനെയും ഡി സി നമ്മൾ സ്ട്രേറ്റ് ആയിട്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എ സിക്ക് ചേഞ്ച് ഉണ്ടാവും, ഡി സിക്ക് എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. ഇപ്പോൾ ഡി സി വാല്യൂസ് മാത്രം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമുക്ക് ഡെൽറ്റ ഐ സി ഡിവൈഡ് ബൈ ഐ ഇ എന്ന് നമുക്ക് നേരെ എഴുതാം. കറണ്ട് ഇല്ല, അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടാവുകയില്ല. കാരണം എന്താണ് ഇവിടെ ഡി സി വാല്യൂസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നേരെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ഈ ഇരിക്കുന്ന എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ആവുകയാണെങ്കിൽ, എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്താണ് ഫോർവേഡ് ബയസ്ഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ഈ എമിറ്ററിലുള്ള എന്താക്കും മജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്താക്കും ഈ ബേസിലുള്ള, ബേസ് എന്ന് വെച്ചാൽ പി റീജിയനിലുള്ള അവിടുത്തെ ഹോൾസുമായിട്ട് എന്താക്കും റീകമ്പൈൻമെന്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് കാരണം വെച്ചാൽ ബേസ് എന്താണ് പി റീജിയൻ ആണ്. അങ്ങനെ ഈ ബേസിലുള്ള ഓരോ ഹോൾസുമായിട്ട് അത് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓരോ ഹോൾസ് നഷ്ടപ്പെടുന്നതിനനുസരിച്ച് എന്താക്കും ഇതിലൂടെ ഓരോ എന്താക്കും ഇലക്ട്രോൺസ് എന്താക്കുന്നുണ്ട് ലീവ് ചെയ്ത് പോകുന്നുണ്ട് ഇതിൽ കൂടെ. അപ്പോൾ അതാണെന്ന് ഇവിടെ ബേസ് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ പഠിച്ച പോലെ തന്നെ നമുക്കറിയാം ഈ സ്ട്രോങ്ലി റിവേഴ്സ് ബൈസ്ഡ് ആയതുകൊണ്ട് റിവേഴ്സ് ബൈസ്ഡ് എന്താണ് ഇച്ചിരി സ്ട്രോങ് ആണ്. കാരണം ഇവിടുത്തെ ഫോർവേഡ് ബൈസിനെക്കാളും സ്ട്രോങ് ആണ് ഇവിടുത്തെ റിവേഴ്സ് ബൈസ്ഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള മൈനോറിറ്റി കാരിയേഴ്സ് മൂലം അവിടെ തന്നെ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലീക്കേജ് കറണ്ട് എന്താക്കും അവിടെ ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയ പോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താക്കും ഇവിടെ പാർട്ട് ഓഫ് എമിറ്റർ കറണ്ട് എന്താക്കും കുറച്ച് പാർട്ട് ഓഫ് എമിറ്റർ കറണ്ട് എന്താക്കും നേരെ ഇവിടെ കളക്ടർ ടെർമിനലിലേക്ക് എന്താക്കും എത്തും. അപ്പോൾ ഈ കളക്ടർ ടെർമിനലിലേക്ക് എത്തുന്ന ഇതിന്റെ കറണ്ട് എന്ന് വെച്ചാൽ ഐ സി ഈസിക്കൽ ടു ആൽഫ ഐ ഇ ആയിരിക്കും. കാരണം നമ്മുടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ വെച്ച് ഐ സി ഈസിക്കൽ എന്തായിരിക്കും ആൽഫ ഐ ഇ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കാരണം വെച്ചാൽ ഇവിടെ കളക്ടർ ടെർമിനലിലേക്ക് എത്തുന്ന കറണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന ഈ ലീക്കേജ് കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് എന്താക്കും ഈ അത് ഐ സി ബി നമ്മൾ ഇന്നലെ പഠിച്ച ഐ സി ബി എന്തായിരിക്കും ഈ കളക്ടർ കറണ്ടിലേക്ക് എന്താക്കും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ കളക്ടർ കറണ്ടിന് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഐ സി ഈക്വൽ ടു ആൽഫ ഐ ഇ പ്ലസ് ഇന്നലെ പഠിച്ച നമ്മുടെ തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന റിവേഴ്സ് കറണ്ട്, അതായത് ഐ സി ബി ഒ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചിങ്ങനെ എന്താണ് ഐ സി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. ആ കറണ്ട് നമ്മൾ അവിടെ എന്താക്കുക. അപ്പം ടോട്ടൽ കളക്ടർ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സം ആയിരിക്കും. കാരണം ഇവിടുന്ന് പോകുന്ന ഐ മറ്റേ ഒരു പാർട്ട് ഓഫ് ഐയും ഇവിടെ ഉണ്ടാവും. അത് മാത്രമല്ല സ്ട്രോങ്ലി റിവേഴ്സ് ബൈസ്ഡ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന റിവേഴ്സ് കറണ്ട് എന്തുണ്ടാവും ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യും അവിടെ ഐ സിയിൽ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. പക്ഷെ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം ഐ ഇ ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സി പ്ലസ് ഐ ബി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഐക്ക് നമുക്ക് എന്താ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക ഐ സി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഐ സി പ്ലസ് ഐ ബി
പ്ലസ് ICBO എന്നാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ഇത് നമ്മൾ ഒന്നുകൂടെ എന്താക്കുക, എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടും. എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്കിവിടെ കിട്ടുക ആൽഫ IC പ്ലസ് ആൽഫ IB പ്ലസ് ICBO എന്നാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്താക്കുക ഇവിടെ ആ ഇക്വേഷൻ കിട്ടുക. ഇനി നമുക്ക് ഈ ആൽഫ IC ഇവിടേക്ക് കൊണ്ടുവന്നാൽ നമുക്കിവിടെ കിട്ടും IC മൈനസ് ആൽഫ IC ഈക്വൽ ടു ആൽഫ IB പ്ലസ് ICBO എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്താ IC പുറത്തെടുത്താൽ നമുക്ക് കിട്ടും IC ഇൻറ്റു 1 മൈനസ് ആൽഫ IC ഈക്വൽ ടു ആൽഫ IB പ്ലസ് ICBO എന്ന് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ഇതിൻ്റെ ഇക്വേഷൻ കിട്ടുക. ഇതിൽ നിന്ന് നമുക്ക് നേരെ നമുക്ക് എന്താക്കാം, ICയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ നമുക്ക് നേരെ എന്താക്കാം, ICയുടെ വാല്യൂ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ IC ഈക്വൽ ടു ഈ 1 മൈനസ് ആൽഫ എന്താക്കും, നേരെ ഈ വശത്തേക്ക് വരുമ്പോൾ ആൽഫ IB ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ICBO ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്നാണ് നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടുക, കളക്ടർ കറണ്ട് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനർത്ഥം നമ്മൾ ഇവിടെ വരുന്ന ഈ കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആൽഫ IB ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ICBO ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളക്ടർ കറണ്ടിൽ എന്താക്കും, ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ICBO എന്ന് പറയുന്ന ടേമും കൂടെ എന്തായിരിക്കും അവിടെ ഉണ്ടായിരിക്കും. അതായിരിക്കും എന്ത്, ടോട്ടൽ കളക്ടർ കറണ്ട് എന്ന് വെച്ചാൽ ടോട്ടൽ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ ബേസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇൻപുട്ടിലെ കറണ്ട്, ഇൻപുട്ടിലെ വോൾട്ടേജ്, അതുപോലെ തന്നെ ഔട്ട്പുട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലെ കറണ്ട്, ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്നിവയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഫസ്റ്റത്തെ കേസ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കർവൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുക ഐയും VEBയും വെച്ചിട്ടുള്ള കർവാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. വെച്ചാൽ IE എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സെക്ഷനിലുള്ള എന്താണ്, നമ്മൾ നേരത്തെ വരച്ച ഫിഗർ നോക്കുകയാണെങ്കിൽ നേരത്തെ വരച്ച ഫിഗറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതാണ് ഇൻപുട്ട് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ഉള്ളത് IE ആണ്. കാരണം എമിറ്റർ അവിടെയാണ് എന്ത് ഇൻപുട്ട്. ആ എമിറ്റർ ബേസ് ജംഗ്ഷൻ്റെ അവിടെയുള്ള വോൾട്ടേജ്, ഈ ഇവിടുത്തെ വോൾട്ടേജ് ആണ് എന്ത് ഇൻപുട്ടിലുള്ള വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, കർവ് ബിറ്റ്വീൻ IE ആൻഡ് VEB ആണ്. കാരണം എമിറ്റർ ബേസ് ജംഗ്ഷനിലുള്ള വോൾട്ടേജും അതിൽ തന്നെ എമിറ്ററിലുള്ള കറണ്ടിൻ്റെ തമ്മിലുള്ള താരതമ്യപ്പെടുത്തിയുള്ള പഠനമാണ് നമ്മളിവിടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ എന്താക്കും, ഔട്ട്പുട്ടിലെ, അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടർ ബേസ് ജംഗ്ഷനിലെ വോൾട്ടേജ് നമ്മൾ എന്താക്കും, കോൺസ്റ്റന്റ് ആക്കി വെക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ എമിറ്റർ കറണ്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ജംഗ്ഷനിലുള്ള വോൾട്ടേജ് ആണെന്ത് VEB എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ, അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് എന്നാണ് VEB ആയിരിക്കും. ഓക്കെ, അപ്പം ഈ VEB ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള എന്താകും IE എന്തായിരിക്കും, റാപ്പിഡ്ലി എന്തായിരിക്കും ഇൻക്രീസ് ചെയ്യും. അതാണെന്ത് ഇതിൻ്റെ ഇൻപുട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വെച്ചാൽ VEB ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ Iക്ക് എന്താക്കും, വലിയൊരു മാറ്റമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ VEB ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്കറിയാം ഇവിടുത്തെ കാലിബ്രേഷൻ എന്താക്കും, നേരെ ബേസ് റീജിയനിലേക്ക് പോയിട്ട് എന്താക്കും, അവിടെ നമുക്കറിയാം ബേസ് റീജിയനിലേക്ക് നേരെ പോകും, അവിടുത്തെ ഹോൾസുമായിട്ട് എന്താക്കും റീകമ്പൈൻ ചെയ്യും. പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ റിവേഴ്സ് ബയസിങ് എന്താണ് ഇവിടെ വളരെ എന്താണ് സ്ട്രോങ് ആണ്. അപ്പോൾ ഈ P റീജിയനിലുള്ള എന്തായിരിക്കും P റീജിയനിലുള്ള ഈ മറ്റേ കാരിയേഴ്സ് എന്താക്കും, നേരെ ഇവിടേക്ക് എന്താക്കും, ഇപ്പോൾ ഇലക്ട്രോൺസ് എന്താക്കും, നേരെ എന്താക്കും ഈ പ്ലസ് VCCൻ്റെ അടുത്ത് എന്താക്കും, ഈ എന്താക്കും പോസിറ്റീവ് സൈഡിലേക്ക് എന്തായിരിക്കും പെട്ടെന്ന് എന്താക്കും, എല്ലാം കൂടി ഇവിടേക്ക് വന്നിട്ട് എന്താക്കും കമ്പൈൻ ചെയ്യും. അപ്പോൾ അവിടെയുള്ള കറണ്ട് എന്തായിരിക്കും വളരെയധികം കൂടുതലായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ ഇവിടെ എന്താ പറയുക, VEB ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ എന്താക്കും, ഇവിടുത്തെ IEൻ്റെ വാല്യൂ എന്തായിരിക്കും വളരെയധികം എന്താക്കും ഇൻക്രീസ് ചെയ്ത് പോവും. പിന്നെ ഇവിടുത്തെ ഉണ്ടാകുന്ന ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സ് ബയസിങ്
ആയിട്ടുള്ള വോൾട്ടേജിനാണ് എന്താക്കുക ഈ ഗ്രാഫിന്റെ ഷേപ്പ് എന്താക്കുക ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ ഈ വി സി ബി എന്താക്കും ഇവിടെ കുറച്ചായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഈ വി സി ബി ചെറുതായിട്ട് നമുക്ക് എന്താക്കുക ഇൻക്രീസ് ചെയ്യാന്ന് കരുതി. ഇവിടെയുള്ള ഒരു വി സി ബി നമ്മൾ എന്താക്കുക ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യാന്ന് കരുതി. അവിടെയുള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താക്കും ഇവിടെയുള്ള ഈ പി റീജിയനിലുള്ള കാര്യങ്ങൾ എന്താക്കും പെട്ടെന്ന് അങ്ങോട്ട് എന്താക്കും മൂവ് ചെയ്യും. അപ്പോൾ എന്താക്കും പെട്ടെന്ന് എന്താക്കും അവിടുത്തെ കറണ്ട് കൂടുക എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്താക്കും അത് നേരെ കുത്തനുള്ള ഒരു ഗ്രാഫായിരിക്കും നമുക്കിവിടെ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഗ്രാഫിന്റെ ഇതൊന്ന് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതിന്റെ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കി ഇതിന്റെ ഒരു ഇതെടുത്ത് ഇവിടെ ഐന്റെയും വി ഇ ബിന്റെയും ഗ്രാഫ് വരച്ചതിന് ശേഷം നമ്മൾ എന്താക്കി ഇവിടെ വി സി ബി നോക്കി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി സി ബി ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യാൻ എന്താക്കും പി റീജിയനിലുള്ള എന്ന് വെച്ചാൽ ബേസിലുള്ള ചാർജ് കാരിയേഴ്സ് എല്ലാം എന്താക്കും നേരെ എന്താക്കും കളക്ടറിന്റെ സൈഡിലേക്ക് എല്ലാവർക്കും എന്താക്കും വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഗ്രാഫിന്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ് ഈ റിവേഴ്സ് ബൈസർ ആയിട്ടുള്ള എന്താണ് ഈ വി സി ബിനെയാണ് എന്താക്കുക അവിടുത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വി സി ബി 0 ആണെങ്കിൽ എന്താക്കും ഇത് പെട്ടെന്നൊന്നും എന്താക്കുകയില്ല ചാർജ് കാരിയേഴ്സ് എന്താക്കില്ല ഇവിടേക്ക് അട്രാക്ട് ചെയ്ത് പോകത്തില്ല. പക്ഷെ എന്നാൽ വി സി ബി പെട്ടെന്ന് 10 വോൾട്ട് ആക്കുകയാണെങ്കിൽ എന്താക്കും പെട്ടെന്ന് എന്താക്കും ചാർജ് കാരിയേഴ്സ് പെട്ടെന്ന് എന്താക്കും ആ മറ്റേ കളക്ടർ റീജിയനിലേക്ക് വേഗം പോയിട്ട് എന്താക്കും അവിടുത്തെ കറണ്ട് എന്താക്കും ഈ ഐ എന്താക്കും ഇൻക്രീസ് ചെയ്യും. അപ്പം ഇവിടെ വി സി ബിനെ എന്തായിരിക്കും വി സി ബിനെ ആയിരിക്കും എന്താക്കും ഇവിടുത്തെ ഈ ഗ്രാഫിന്റെ ഷേപ്പ് എന്താക്കും ഇവിടുത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഈ ഇൻപുട്ട് ഇതിന്റെ ഗ്രാഫിന്റെ ഈ ഷേപ്പിൽ എന്താണ് നമ്മൾ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ബി സി ബി ആണ്. കാരണം വെച്ചാൽ കളക്ടർ ബേസ് ജംഗ്ഷനിലുള്ള വോൾട്ടേജ് ആണ്. കാരണം അത് 0 ആണെങ്കിൽ എന്താകും ചാർജ് കാരിയേഴ്സ് ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് പോകത്തില്ല. അതിന്റെ വാല്യൂ കൂടുന്തോറും എന്തായിരിക്കും ഈ വി സി ബിന്റെ വാല്യൂ കൂടുന്തോറും എന്താക്കും വളരെ പെട്ടെന്ന് തന്നെ എന്താക്കും ചാർജ് കാരിയേഴ്സ് പി റീജിയനിലുള്ള അതായത് ബേസ് റീജിയനിലുള്ള ചാർജ് കാരിയേഴ്സ് നേരെ എന്താക്കും കളക്ടറിലേക്ക് എത്തും. അപ്പോൾ എന്താക്കും പെട്ടെന്ന് തന്നെ എന്താക്കും ഐ ഇൻക്രീസ് ചെയ്യും. ഇതാണ് അതിന്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻപുട്ട് ഇതിന്റെ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കാണണം. ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ ഐ ഈക്വൽ ടു നമുക്കിവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്കിവിടെ കിട്ടുക. കാരണം നമുക്ക് റെസിസ്റ്റൻസ് നമുക്ക് എന്താ അറിയാം വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആയിരിക്കും. അപ്പം നമ്മളിവിടെ എ സി വാല്യൂ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ വി ഇ ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ഇ ആണെന്ന് ഇവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് നമ്മളിവിടെ പറയുന്നത്. ഇത് നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് ഔട്ട്പുട്ട് കറണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കറണ്ട് എന്ന് വെച്ചാൽ ഐ സിയും ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ബി ആണ്. അത് ഇൻപുട്ട് കറണ്ട് നമ്മൾ എന്തൊക്കെ അവിടുത്തെ കോൺസ്റ്റന്റ് ആയിട്ട് പോകും. അതാണ് ഐ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർവ് ബിറ്റ്വീൻ ഐ സി ആൻഡ് വി സി ബി ആയിട്ട് കോൺസ്റ്റന്റ് ഐ ആണെന്ത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ കളക്ടർ കറണ്ട് ഐ സി എന്തായിരിക്കും ഈ വി സി ബിയിൽ വെച്ചിട്ട് എന്താക്കും വി സി ബി മാറുന്നതനുസരിച്ച് എന്താക്കും ഇത് മെല്ലെ മെല്ലെ എന്താക്കും ഇത് മറ്റേ വേരി ചെയ്യും. പക്ഷെ അത് വേരി ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും ലോ വോൾട്ടേജിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് വേരി ചെയ്യുന്നത് ഇവിടെ ലെസ് ദാൻ 1 ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും ഇവിടെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇതാ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ടാവുകയില്ല. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വി സി ബി ഈ ഐ സി എന്ന് പറയുന്ന ഇതിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വി സി ബിയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും ലെസ് ദാൻ 1 മാത്രമേ എന്താവുള്ളൂ ഈ ഐ സിയുടെ വാല്യൂ എന്താക്കുക ഇത് വേരി ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റില്ല ഈ ട്രാൻസിസ്റ്റർ എന്താക്കാൻ പറ്റില്ല ഇതിന്റെ ഈ ഒരു റീജിയനിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താക്കും ഇവിടെ ഓരോ പ്രാവശ്യം എന്താക്കും ഇവിടെ ഐ ഇ എന്താക്കും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് എന്താക്കാൻ പറ്റില്ല ഐ സി ചേഞ്ച് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഇ എന്തായി പോകും മാറിപ്പോകും. കാരണം ഐ ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ആണ്. അപ്പം നമുക്ക് ട്രാൻസിസ്റ്റർ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം എന്തായിരിക്കും ഈ ഐ സി എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ സാധാരണ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇത് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഐ നമ്മൾ ഐ ഇ നമ്മൾ അതിന് തന്നെ സെറ്റ് ചെയ്യും. പിന്നെ നോക്കുമ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് വി സി ബിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇവിടെ എന്താക്കും ഐ സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പം ആ റീജിയനിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല ട്രാൻസിസ്റ്റർ
ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ പറ്റത്തില്ല. പക്ഷേ ഈ ബി സി ബിയുടെ വാല്യൂ നമ്മൾ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാക്കി. നമ്മൾ ആദ്യം 0 to 1 എടുത്തപ്പോൾ എന്താക്കി, ഇവിടെ ഐ സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്തു. ഇനി ഈ ബി സി ബിയുടെ വാല്യൂ നമുക്ക് ഒന്നും കൂടെ നമ്മൾ വീണ്ടും കൂട്ടുക എന്ന് കരുതുക. കൂട്ടിയിട്ട് നമ്മൾ എന്താക്കുക, ഈ 1ന്റെയും 2വിന്റെയും ഇടയ്ക്ക് അല്ലെങ്കിൽ എന്താക്കുക 1 വോൾട്ടിനേക്കാൾ കൂടുതൽ എടുക്കാമെന്ന് കരുതുക. 1 വോൾട്ടിനേക്കാൾ കൂടുതൽ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലാവും ഇവിടെ എന്താക്കില്ല, ഐ സിയുടെ വാല്യൂ ഇവിടെ എന്താക്കുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പം തന്നെ എന്താ ഇവിടുത്തെ ഐ ഇ ഒക്കെ എന്തായിരിക്കും, ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐന്റെ വാല്യൂ എന്താ വില ചേഞ്ച് ചെയ്യത്തില്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ട്രാൻസിസ്റ്റർ നമുക്ക് എന്താക്കാം, ഈ റീജിയനിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ പറ്റും. ഓക്കെ, അപ്പം ഈ വി സി ബിയുടെ വാല്യൂ 1 വോൾട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ഈ ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്റേഴ്സ് എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് ഓഫ് എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് ഓഫ് എന്തായിരിക്കും, ബി സി ബി ആയിരിക്കും. കാരണം വെച്ചാൽ ബി സി ബി പിന്നെ എത്ര കൂട്ടിയിട്ട് എന്തില്ല കാര്യമില്ല. കാരണം എന്താവില്ല, ഐ സി എന്താക്കിയാലും ഇവിടെ വേരി ചെയ്യുകയില്ല. ഇതാണ് എന്ത് ഇതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല നമുക്കിവിടെ നോക്കിക്കഴിയുമ്പോൾ ഒരു മനസ്സിലാവും, കാരണം നമ്മുടെ ബി സി ബി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. കാരണം ഐ സിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് കൂടി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കറണ്ടിന് എന്തില്ല, ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. കാരണം വലിയൊരു വേരിയേഷൻ ഇല്ല. കാരണം ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയല്ല പോയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു നേരെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ കറണ്ടിന് ഇവിടെ വന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണ്, വളരെ ഹൈ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0 ഈസ് ഈക്വൽ ടു, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമുക്ക് R0 എന്ന് എടുക്കാം. R0 ഈക്വൽ ടു നമുക്കിവിടെ എന്ത് കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് കറണ്ട് ആണ്. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, ഡെൽറ്റ വി സി ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ സി ആണെന്ത് ഇവിടുത്തെ കറണ്ട്. അപ്പോൾ ഇതാണെന്ത് ഇവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. കാരണം നമ്മുടെ വി സി ബി നമ്മൾ 0 to 1 വരെ മൂവ് ചെയ്യുന്ന സമയത്ത്, ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താവില്ല, ഐ സിക്ക് ഇവിടെ ചെറിയ മാറ്റേ വരുന്നുള്ളൂ. കാരണം ചെറിയൊരു മാറ്റം ഇവിടെ വരുന്നുള്ളൂ. കാരണം വെച്ചാൽ വി സി ബി 0 to 1 വോൾട്ട് മാറ്റുന്ന സമയത്ത് ഐ സിക്ക് ചേഞ്ച് നല്ലോണം ഉണ്ട്, ചേഞ്ച് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ആ ചേഞ്ച് എന്താണ്, വലിയൊരു ചേഞ്ച് അല്ല. പക്ഷെ ആ ഒരു ചെറിയ ചേഞ്ച് മതി എന്താക്കാൻ, ടോട്ടൽ എമിറ്റർ കറണ്ട് ചേഞ്ച് ചെയ്യിക്കാൻ. അപ്പം ഇവിടെ ഈ ചേഞ്ച് ചെയ്യുന്ന ഈ 0 to 1 വോൾട്ടേജിനിടയ്ക്ക്, ഈ വി സി ബി 0 to 1 വോൾട്ടേജിനിടയ്ക്ക് നമുക്ക് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴാണ് ഐ സി കോൺസ്റ്റന്റ് ആയിട്ടുള്ള റീജിയനിലാണ് നമ്മൾ എന്താക്കുന്നത്, ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുക. ഈ വി സി ബിന്റെ വാല്യൂ 1 വോൾട്ടിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ എന്താകും, ഇവിടുത്തെ ഐ സിയുടെ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇതിന്റെ ഔട്ട്പുട്ടിന്റെ പ്രത്യേകത. ആ സമയത്ത് എന്തായിരിക്കും, നമുക്ക് ട്രാൻസിസ്റ്റർ ആ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ചിലരുടെ ഐയും ഐ സിയും മറ്റേതൊക്കെ എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ നമുക്ക് ആ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, പിന്നെ എത്ര വോൾട്ടേജ് കൂട്ടി കഴിഞ്ഞാലും, ഇതിപ്പോൾ 100 വരെ ആക്കി കഴിഞ്ഞാലും ഇവിടെ എന്താവില്ല, ഐ സിക്ക് ചേഞ്ച് ഇല്ല. പിന്നെ അതുമാത്രമല്ല, ഇത് 0 to 1 വരെ മൂവ് ചെയ്തപ്പോഴേക്കും ഐ സിക്ക് ചെറിയൊരു ചേഞ്ച് ഇവിടെ വന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈക്വൽ ടു ഡെൽറ്റ ബി സി ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ സി. ഇതാണ് നമ്മുടെ കോമൺ ബേസിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.